പോലെ തന്നെ ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് വരുന്ന ആ അടപ്പിന് പ്രശ്നം പറ്റിക്കൊണ്ട് ഈ ബൈല് അതല്ലെങ്കിൽ പിത്ത എന്ന് പറയുന്ന ഫ്ലൂയിഡ് നമ്മുടെ ആമാശയത്തിലേക്ക് വരികയും പിത്തസഞ്ചിയിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡിന് വേണ്ടിയിട്ടുള്ള ലെയറാണ് നമ്മുടെ അതിന് പറ്റുന്ന ലെയർ, കേടുപാടുകൾ പറ്റാതിരിക്കാൻ രൂപത്തിലുള്ള ലെയറാണ് നമ്മുടെ ചെറുകുടലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ വയറിൽ അതില്ല. അപ്പൊ ഈ പിത്തം ഈ പറഞ്ഞ പോലെ വയറിലേക്ക് തിരിച്ചു കയറി വന്നാലും ഈ പ്രശ്നം ഉണ്ടാകും. അതൊക്കെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടുണ്ടാകുന്നതാണ്. പിന്നെ ക്രോണിക് ഇൻഫെക്ഷൻ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അണുബാധ. അതായത് എച്ച് പൈലോറി, പണ്ട് ഇതിന്റെ പേര് കാമ്പൈലോബാക്ടർ പൈലോറി എന്നായിരുന്നു. ഇപ്പൊ എച്ച് പൈലോറി, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് അറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം ഇതുണ്ടാകാം. ഇത്രയും കാരണങ്ങളെ കൊണ്ടാണ് നമുക്ക് മെയിനായിട്ട് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെ ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഗ്യാസ് പ്രോബ്ലം എന്ന് പറയപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്കത് അറിയാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ? ഒന്ന്, അബ്ഡോമൻ പെയിൻ, നിങ്ങൾ വയറ് വേദന ഉണ്ടാവുന്നു, വയറ് കമ്പിച്ചു വരിക, ഗ്യാസ് നിറഞ്ഞ പോലെ തോന്നുക. പിന്നെ ഡൈജഷൻ പ്രോബ്ലം, അതായത് നമുക്ക് വേണ്ട പോലെ ദഹന പ്രക്രിയകൾ നടക്കാതിരിക്കുക, എപ്പോഴും മേലോട്ട് ഗ്യാസ് വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വയറ് വീർത്ത് വരിക. പിന്നെ നോസിയ വൊമിറ്റിംഗ്, അതായത് ഛർദ്ദിക്കാൻ വരിക, ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നതും ഛർദ്ദിക്കുന്നതും. വിശപ്പ് കുറയുക എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഈ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് നമുക്കുണ്ടാകുന്ന ഫീലിങ്ങിനെയാണ് വിശപ്പ് എന്ന് പറയുന്നത്. അത് ഈ പ്രശ്നം ഇതൊക്കെ താളം തെറ്റിയത് കൊണ്ട് തന്നെ ആ ഫീലിംഗ് നമുക്കില്ലാതിരിക്കുക. ശരിയായ ആഗിരണം, ഞാൻ പറഞ്ഞ പോലെ ആഗിരണം ചെയ്യപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ട് വെയിറ്റ് കുറയുക എന്നുള്ള പല ലക്ഷണങ്ങളുമാണ് ഈ പ്രശ്നത്തിന് സാധാരണമായി കാണപ്പെടുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാരണങ്ങളിലൊന്ന്, ഈ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളുടെ മെയിൻ കാരണങ്ങളിലൊന്ന് എച്ച് പൈലോറി ഇൻഫെക്ഷൻ, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ് ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ഒരെണ്ണം. ഈ ഹെലിക്കോബാക്ടർ പൈലോറി സത്യത്തിൽ പറയുകയാണെങ്കിൽ 100 ആളുകൾ എടുക്കുക, അതായത് മൊത്തം ലോക ജനസംഖ്യയുടെ 50% ആളുകളിലും, നമ്മൾ ഏതൊരു 100 ആൾ എടുത്തു കഴിഞ്ഞാലും 50% ആളുകളുടെ വയറ്റിലും ഈ എച്ച് പൈലോറി ഉണ്ട്, ഈ ബാക്ടീരിയ ഉണ്ട്. പക്ഷെ വെറും 10% ആളുകളിൽ മാത്രമേ ഇതെന്തുണ്ടാവാറുള്ളൂ, 10 to 20, മാക്സിമം 20% ആളുകളിൽ മാത്രമേ ഈ അസുഖമായിട്ട് ഇത് കാണാറുള്ളൂ. എല്ലാവരിലും ഈ പറഞ്ഞ പോലെ എച്ച് പൈലോറിയോട് ഉണ്ടെങ്കിലും അത് പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല. 80% ആളുകളിലും, അതായത് 10 മുതൽ ഒരു 50 ആൾക്ക് 100 ആൾ എടുത്തു കഴിഞ്ഞാൽ 50 ആൾ എച്ച് പൈലോറി ഉണ്ടെങ്കിൽ തന്നെ അതിൽ 10 ആളുകൾക്ക് മാക്സിമം നമ്മൾ അതുകൊണ്ട് പ്രശ്നങ്ങൾ കാണാറുള്ളൂ. 80% ആളുകളിലും, അതായത് ഈ ഉള്ള 50-ൽ 40 ആളുകളിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എച്ച് പൈലോറിയുടെ പ്രശ്നക്കാരനല്ലാതെ ഇരുന്നോളൂ. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു ഗ്യാസ് വയറിലൊരു എന്തെങ്കിലും ചില ഭക്ഷണങ്ങൾ കഴിച്ച് ചിലർക്ക് പറ്റാതിരിക്കും, ചില ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് വരും, ചിലത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഛർദ്ദിക്കാൻ വരും. അപ്പം ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ ഉണ്ടാവുന്നത് കൊണ്ട് നമ്മൾ അതിനൊരു മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ മറിച്ച് ഇത് എപ്പോഴാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പ്രശ്നം സ്ഥിരമായിട്ട് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ നമുക്ക് വയറെരിച്ചിൽ വരുന്നുണ്ട്, വയറുവേദന വരുന്നുണ്ട് എന്നുള്ള സംഭവം വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. ഇനി ട്രീറ്റ്മെന്റ് എടുക്കാൻ ആദ്യമായിട്ട് നമ്മൾ ഇത് എന്താണ് പ്രശ്നം? ഈ പറഞ്ഞ പോലെ വെറും ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് വെറും ഗ്യാസ് കയറുന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ഇതിന്റെ ആവരണം, നമ്മൾ വയറിന്റെ ഉള്ളിലുള്ള ആവരണം എന്താവുന്നു, നശിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് മുറിവാകാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ, സ്റ്റൊമക് അൾസർ എന്ന് പറയുന്നത്. ഈ അൾസർ ഒരുപാട് കാലം നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഏതൊരു മുറിവും ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏതൊരു മുറിവും ഒരുപാട് കാലം നിന്ന് കഴിഞ്ഞാൽ അത് സ്റ്റൊമക് ക്യാൻസർ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നം ഒരുപാട് കാലം നിൽക്കുമ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുകയും അതിനെ ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യും, അതിനുള്ള മെഡിസിൻ എടുക്കുകയും വേണമെന്ന് പറയുന്നത്. അല്ലാണ്ട് ഗ്യാസ് എന്നുള്ളത് നമുക്കൊരു പ്രശ്നമായി തോന്നില്ലെങ്കിലും അത് പിന്നീട് അൾസറിലേക്കും അത് ക്യാൻസറിലേക്കും പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണുന്നതെന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പരിശോധിച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത്, ഈ വയറുവേദന മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. നേരെ നമുക്കിപ്പോൾ ഒരു പേഷ്യന്റിനെ പരിശോധിച്ച് കഴിയുമ്പോഴേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഗ്യാസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വലിയ സിംറ്റം ഒന്നും ഇല്ല, വലിയ ലക്ഷണങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും രോഗിക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ 1-2 ആഴ്ചത്തേക്ക് 1 മാസത്തേക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് നോക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും.
പിന്നെയും സിംറ്റം ലക്ഷണങ്ങൾ തുടർന്ന് കാണുവാണെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഈ എൻഡോസ്കോപ്പി ചെയ്യുന്നത് ക്യാമറ ഘടിപ്പിച്ച ഒരു ചെറിയ ട്യൂബ് നമ്മുടെ വായിലൂടെ കടത്തിവിട്ട് അന്നനാളത്തിലൂടെയും സ്റ്റൊമക്കിലൂടെയും ചെറുകുടലിന്റെ തുടക്കം വരെ മാത്രം, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വായിലൂടെ കടത്തിവിടുന്ന പൈപ്പ് എത്തൂല. ഇത്ര വരെ നമ്മൾ ഈ അപ്പർ ജി എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ഗാസ്ട്രോ ഈസോഫാഗോ ഡുവോഡനോസ്കോപ്പി എന്ന് പറയപ്പെടുന്ന വയറിന്റെയും അന്നനാളത്തിന്റെയും പഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള എൻഡോസ്കോപ്പി കൊണ്ട് ഉപകരിക്കുകയുള്ളൂ. ഇതിൽ നമ്മൾ ക്യാമറ കൊണ്ട് പോയി നമ്മൾ അന്നനാളത്തിലും വയറിലും അതിന്റെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഉൾഭാഗത്തെ ആവരണം എങ്ങനെയാണ് ഇരിക്കുന്നത്, കളറിൽ വല്ല ചേഞ്ചും ഉണ്ടോ, അൾസറുകൾ വല്ലതുണ്ടോ എന്നൊക്കെ നോക്കി അതിന്റെ ഫോട്ടോ എടുത്ത് അൾസറോ മറ്റോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഭയങ്കരമായ നമ്മൾ ചുവന്ന കളർ റെഡ്നെസ്, അതായത് അത് ഈ ഗ്യാസ്ട്രൈറ്റിസിന്റെ ഭാഗമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബയോപ്സി എടുത്ത് നമ്മൾ തിരിച്ചു പോരുകയും ചെയ്യുന്നു. ഈ ബയോപ്സി നമ്മൾ പഠനത്തിന് വിധേയമാക്കുകയും അതിന്റെ സ്റ്റഡി, അതായത് അത് വല്ല ക്യാൻസറസ് ചേഞ്ചസ് വല്ലതുണ്ടോ, അത് അൾസറിന്റെ ചേഞ്ച് മാത്രമേ ഉള്ളോ, ഇനിയിപ്പോ അൾസർ ആണെങ്കിൽ തന്നെ ഇത്ര നമുക്ക് ആ മൈക്രോസ്കോപ്പ് ഇടയിൽ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഓരോന്നിന്റെ സ്റ്റേജും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്റ്റഡി അതാണ് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള പഠനം. രണ്ടാമത്തത് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ എച്ച് പൈലോറി എന്നുള്ള ഇൻഫെക്ഷൻ അതിലുണ്ടായിട്ടുണ്ടോ, അണുബാധ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പഠനം. ഈ രണ്ട് പഠനങ്ങളുമാണ് നമ്മൾ എൻഡോസ്കോപ്പി കൊണ്ട് ഉപകരിക്കുന്നത്. ബയോപ്സി എടുക്കുക, എൻഡോസ്കോപ്പി പിക്ചർ എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡയഗ്നോസിസിൽ എത്തുന്നു. വെറും ഗ്യാസ്ട്രൈറ്റിസേ ഉള്ളോ, അൾസർ ആയിട്ടുണ്ടോ, അൾസർ ക്യാൻസർ ആയിട്ടുണ്ടോ എന്നുള്ള സ്റ്റേജുകളൊക്കെ തീരുമാനിച്ച് നമ്മൾ ഡയഗ്നോസിസിൽ എത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റേജിനും വേണ്ടിയിട്ടുള്ള നമ്മൾ ട്രീറ്റ്മെന്റ് രോഗിക്ക് കുറിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് നമുക്ക് നോക്കാം. ശരിക്കും ഗ്യാസ്ട്രൈറ്റിസിന്റെയും അൾസറിന്റെയും ഒക്കെ മെയിനായിട്ടുള്ള കോസുകൾ ഒന്ന് തന്നെ ആയതുകൊണ്ട് ട്രീറ്റ്മെന്റുകളും ഏകദേശം ക്യാൻസറിലേക്കൊന്നും പോയിട്ടില്ല എന്നുള്ള സ്റ്റേജ് ആണെങ്കിൽ ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റ് തന്നെയാണ് നമുക്ക് നടത്താനുള്ളത്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ അന്റാസിഡ്സ്. അന്റാസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആസിഡാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ആസിഡ് നമ്മുടെ പല പ്രശ്നങ്ങളെ കൊണ്ടും നമ്മൾ ഈ ആവരണത്തിൽ ഉള്ളിലുള്ള സ്റ്റൊമക്കിന്റെ ഉള്ളിലെ ആവരണത്തിന് പ്രശ്നം വരുത്തിയത് കൊണ്ടാണ് നമുക്ക് അൾസറും ഗ്യാസ്ട്രൈറ്റിസും ഉണ്ടായത്. അപ്പൊ ഈ ആസിഡിനെ നോർമലൈസ് ചെയ്യാനുള്ള ബേസിക് മരുന്നുകൾ, ആസിഡ് ബേസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ, ഈ ബേസ് ഉള്ള മരുന്നുകളാണ് അന്റാസിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആസിഡിന്റെ വീര്യം കുറയ്ക്കുകയും ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഏതൊരു കേടുപാട് പറ്റിക്കഴിഞ്ഞാലും അതിനെ നോർമൽ സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. ഈ ബേസ് ആസിഡിനെ നോർമലൈസ് ചെയ്ത് വീണ്ടും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ശരീരം സാധാരണഗതിയിൽ ഈ വന്നിട്ടുള്ള കേടുപാടുകൾ അതിൻ്റെതായ രീതിയിൽ അത് തീർക്കുകയും പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. രണ്ട്, ഈ അന്റാസിഡ് കൊണ്ട് നമുക്ക് ഉപകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തത് പ്രശ്നം നമ്മൾ ആസിഡ് സെക്രീഷൻ ഒന്ന് കുറക്കുക എന്നുള്ളതാണ്. അതായത് ഒരുപാട് ആസിഡ് ഉണ്ടായത് കൊണ്ടാണ് മെയിനായിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ആസിഡ് നോർമലാണ് എന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളെ കൊണ്ടോ മരുന്നുകളെ കൊണ്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ കൊണ്ട് നമ്മുടെ ഈ ആവരണത്തിന് പ്രശ്നം വന്നത് ഈ വന്ന പ്രശ്നത്തിന് ആസിഡ് ഒരു കാരണമാകുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആസിഡ് സെക്രീഷൻ കൂടണമെന്നില്ല എല്ലായ്പ്പോഴും. ഞാൻ പറഞ്ഞ് പ്രത്യേകം മനസ്സിലാക്കണം. ആസിഡ് കൂടിയത് കൊണ്ട് മാത്രമല്ല നമ്മൾ ആസിഡ് കുറക്കാനുള്ള മരുന്ന് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ പുറത്ത് പിന്നെയും ഇത്ര വീര്യമുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് വരുമ്പോൾ അത് പ്രശ്നങ്ങളെ കൂട്ടും. അപ്പൊ ആ ആസിഡ് സെക്രീഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാന്നുള്ളത് ആ സമയത്തേക്ക് ആവശ്യമായത് കൊണ്ടാണ് നമ്മൾ H2 ബ്ലോക്കർ അല്ലെങ്കിൽ PPIs എന്ന് പറയപ്പെടുന്ന രണ്ട് ഗ്രൂപ്പിലുള്ള മരുന്ന് കൊടുക്കുന്നത്. H2 ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയപ്പെടുന്ന പോലെ നമ്മൾ പറയുന്ന റാൻഡാക് ഗ്രൂപ്പിൽ വരുന്ന മരുന്ന്, റാനിറ്റിഡിൻ അല്ലെങ്കിൽ റാൻഡാക് എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന മരുന്ന്. PPIs അല്ലെങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് ഒമിപ്രസോള്, പാൻഡോപ്രസോള്. അതും എല്ലാവർക്കും അറിയുന്ന മരുന്നുകളാണ്. ഇതൊന്നും ഡോക്ടർ എഴുതി കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഒറ്റയ്ക്ക് വാങ്ങി കഴിക്കുന്ന മരുന്നുകളാണ്. ഈ രണ്ട് ഗ്രൂപ്പിലുള്ള മരുന്നുകളും ചെയ്യുന്നത് ആസിഡ് സെക്രീഷൻ കുറക്കുക എന്നുള്ളതാണ്. അതിന്റെ എഫക്ട് ഞാൻ പറഞ്ഞു തന്നു. മൂന്നാമതൊരു ഗ്രൂപ്പ് സ്റ്റൊമക് പ്രൊട്ടക്റ്റീവ്സ്. സ്റ്റൊമക് പ്രൊട്ടക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ ആസിഡ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ ഈ ആസിഡ് ചെന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ ആവരണത്തെ കേടുപാട് വരുത്തുന്നതാണ് ഗ്യാസ്ട്രൈറ്റിസ്.
അപ്പൊ ഈ ആസിഡിനൊരു നമ്മൾ ഈ ആവരണത്തിന്റെ പുറത്ത് നമ്മളൊരു ആവരണം, താൽക്കാലികമായിട്ടുള്ള ഒരു ആവരണം കൊടുത്താലോ? അതാണ് സ്റ്റൊമക് പ്രൊട്ടക്റ്റീവ്സ് ചെയ്യുന്നത്. സുക്രാൾഫേറ്റ് പോലെയുള്ള മരുന്നുകൾ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മളെ ആമാശയത്തിന്റെ ഉള്ളിൽ ഒരു ആവരണം പോലെ അത് കുറച്ച് സമയത്തേക്ക് നിൽക്കുകയും ആ സമയം ആസിഡ് ഇതിൽ ആക്ട് ചെയ്യപ്പെടാൻ കഴിയാതിരിക്കുകയും, അതായത് ഈ ആസിഡിന്റെ പ്രവർത്തനം ഇതിൽ എത്താതിരിക്കുകയും ചെയ്യും. ഒരു കവചം. ഇതാണ് മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് മരുന്ന്. ഫസ്റ്റ് ആന്റാസിഡ്, ആസിഡ് നോർമലൈസ് ചെയ്യാനുള്ള മരുന്ന്. 2, ആസിഡ് സെക്രേഷൻ ഒന്ന് കുറക്കാനുള്ള മരുന്ന്. 3, ഈ ആസിഡ് ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിൽ ആക്ട് ചെയ്യപ്പെടാതിരിക്കാൻ നമ്മളൊരു ആവരണം നമ്മൾ കുറച്ച് സമയത്തേക്ക് ഈ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് സമയം ഈ മരുന്ന് വയറിൽ അങ്ങനെ ചുറ്റി കിടന്നുകൊണ്ട് ഒരു ആവരണം പോലെ സൃഷ്ടിക്കുന്ന മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് മരുന്ന്. ഇനി ഇതാണ് സാധാരണ ഈ ഗ്രൂപ്പ് മരുന്നുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ഗ്യാസ്ട്രൈറ്റിസിന് ഉപയോഗിക്കുന്നത്. ഇതിനോട് കൂടെ തന്നെ കാരണങ്ങൾ, ഞാൻ പണ്ടത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞ പോലെ മരുന്ന് കൊണ്ട് മാത്രമല്ല ശരീരത്തെ, അതായത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ മരുന്ന് കൊണ്ട് മാത്രം ട്രീറ്റ് ചെയ്തങ്ങ് സുഖപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നേരെ മറിച്ച് എന്തുകൊണ്ടാണോ വന്നിരിക്കുന്നത് ആ കാരണങ്ങളെ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ആൽക്കഹോൾ ആണോ, അതല്ലെങ്കിൽ ഭക്ഷണക്രമങ്ങൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണോ അത് വന്നിരിക്കുന്നത് അതിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കഹോൾ നിർത്തുക. സിഗരറ്റ് സ്മോക്കിംഗ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. ഈസോഫാഗസിന്റെയും സ്റ്റൊമക്കിന്റെയും ആവരണങ്ങളെ ബാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് സിഗരറ്റ് സ്മോക്കിംഗ്. അത് നിർത്തുക. ഭക്ഷണക്രമങ്ങൾ, ഇപ്പൊ ഇനി എല്ലാവരും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഉത്തരം ഞാൻ ആദ്യമേ പറയാം. എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പല ഭക്ഷണങ്ങളും ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും എന്ന് തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ലെങ്കിലും പലതും നമുക്കറിയുന്ന പോലെ ചില പയറുവർഗ്ഗങ്ങൾ, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് പോലെയുള്ള ചില സംഭവങ്ങൾ ചില ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഒരാളോട് നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിക്കരുത് അല്ലെങ്കിൽ പയറുവർഗ്ഗം കഴിക്കരുത് നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്താന്ന് വെച്ചാൽ ചിലർക്ക് ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ചിലർക്ക് ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവും, ചിലർക്ക് പയറുവർഗ്ഗം കഴിച്ചാൽ ഉണ്ടാവില്ല, ചിലർക്ക് പയറുവർഗ്ഗം കഴിച്ചാൽ ഉണ്ടാവും, ചിലർക്ക് ഇതൊന്നുമില്ല, ഒരു പ്രശ്നമില്ലാതെ ചിലത് കഴിച്ചാൽ ചിലർക്ക് ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാവുന്ന സാധനങ്ങളൊന്നും കഴിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ചിലർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്ന ഭക്ഷണങ്ങൾ നമ്മൾ സ്വന്തം മനസ്സിലാക്കി ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല പ്രതിവിധി. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇനി കാരണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മരുന്നുകളുടെ പുറമെ കാരണങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് രോഗിയുടെ കടമയാണ്. ഇനി എച്ച് പൈലോറി എന്ന് പറയുന്നത് നമ്മുടെ, അതായത് ആ ബാക്ടീരിയ, അതിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഈ പറഞ്ഞ പോലെ സ്റ്റൊമക് അൾസറും അൾസർ ക്യാൻസർ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഈ ബയോപ്സി ചെയ്യുന്ന സമയത്ത്, എൻഡോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്യുന്ന സമയത്ത് 2-3 ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ, 2-3 ഒന്നിച്ച് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ നമുക്കത് തെളിയിക്കാൻ പറ്റും. ചെയ്ത് കഴിയുമ്പോൾ എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇനി അഥവാ അതുണ്ടെങ്കിൽ അതൊരു ബാക്ടീരിയ ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ്ഡ് കോഴ്സ് കഴിക്കേണ്ടി വരും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റെജിമൻ 2 ആന്റിബയോട്ടിക്കുകൾ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് പ്ലസ് ഈ പറഞ്ഞ ആസിഡ് സെക്രീഷൻ കുറക്കാനുള്ള ഒരു മരുന്നും കൂട്ടിയിട്ട് ഈ 3 മരുന്നുകളുടെ ഒരു കോഴ്സ് 2 ആഴ്ചത്തോളം വരുന്ന ഒരു കോഴ്സാണ് നമ്മൾ അതി ഉപയോഗിക്കുന്ന നമ്മൾ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് ഞാൻ കറക്റ്റ് ദിവസങ്ങൾ പറയാത്തത്. ഈ മരുന്നുകൾ നമ്മൾ പറഞ്ഞ ദിവസത്തേക്ക് കഴിക്കുകയാണ്. അത് എങ്ങനെയാ? നമ്മൾ ഈ പറഞ്ഞ പോലെ എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് തെളിയിച്ചാൽ മാത്രം എൻഡോസ്കോപ്പി കഴിഞ്ഞതിന്റെ ശേഷം പല ടെസ്റ്റുകൾ, ഇപ്പൊ ഇത് ടെസ്റ്റ് ചെയ്ത പലർക്കും അറിയായിരിക്കും. യൂറിയസ് ടെസ്റ്റ്, നമ്മളൊരു കെമിക്കൽ ആനിയിലേക്ക് ഊതിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഈ നമ്മുടെ എടുത്ത ബയോപ്സിയുടെ പീസ്, വയറിനുള്ളിൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയ ഒരു പീസ്, എൻഡോസ്കോപ്പി ചെയ്തുകൊണ്ട് എടുത്തു വരുന്ന ഒരു ചെറിയ പീസ് ഒരു ലാനിയിൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇതുണ്ടെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആന്റിബയോട്ടിക് ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അതല്ല, ഇത് തെളിയിക്കാത്തിടത്തോളം കാലം ഈ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം ഗ്യാസ്ട്രൈറ്റിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട കാര്യവും ഇല്ല. ഇനി പെപ്റ്റിക് അൾസർ. എന്താണ് പെപ്റ്റിക് അൾസർ? ഇതാണ് ഗ്യാസ്ട്രൈറ്റിസിന്റെ. പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിശദീകരണം മാത്രം. പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ടുള്ള ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ ചെറിയ മുറിവുകൾ വരുന്നതിനെയാണ് പെപ്റ്റിക് അൾസർ എന്ന് പറയുന്നത്.
ഈ പെപ്റ്റിക് അൾസർ 1/2 സെന്റിമീറ്ററിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ, അതായത് ചെറിയ മുറിവുകൾ എപ്പോഴും വയറിൽ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത, ചെറിയ കോറലും മുറിയിലൊക്കെ വയറിലുണ്ടാവും. ഇത്രയും പരിപാടികൾ നടക്കുന്ന ഒരു കമ്പനിയല്ലേ, ഫാക്ടറി അല്ലേ. അപ്പൊ അതുകൊണ്ട് പക്ഷെ 1/2 സെന്റിമീറ്ററിനേക്കാളും കൂടുതൽ വൃത്താകൃതിയിലുള്ള മുറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ പെപ്റ്റിക് അൾസർ എന്ന രോഗാവസ്ഥയായിട്ട് കണക്ക് കൂട്ടുന്നുള്ളൂ. ട്രീറ്റ്മെന്റ് ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പെപ്റ്റിക് അൾസർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിന് ഭയങ്കരമായ വേദന അനുഭവപ്പെടും. കാരണം അതിന്റെ ആവരണം പോയി മുറിവായ സ്ഥലത്ത് ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ വളരെ വേദന അനുഭവപ്പെടും. അതാണ് പെപ്റ്റിക് അൾസർ ഉണ്ടായ ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരുന്നതിനുള്ള കാരണം. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് പറയുന്നത് എൻഡോസ്കോപ്പി, ബ്ലഡ് ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ ചെയ്യാം. ട്രീറ്റ്മെന്റും ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ട്രീറ്റ്മെന്റുകൾ ഉള്ളത്. ഈ പെപ്റ്റിക് അൾസർ വന്നാലുള്ള കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് ഇനി ഒന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറും വയറ് വീർക്കലും വേദനയും മാത്രമായിരിക്കില്ല. ഒരു മുറിവായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്തം വരാനും, രക്തം എന്ന് പറയുന്നുണ്ടെങ്കിൽ 1-2 തുള്ളി രക്തത്തിന്റെ കാര്യമല്ല പറയുന്നത്, മേജർ ബ്ലീഡിങ്ങിലേക്ക് തന്നെ നയിക്കാനും, അതായത് വയറിനെ, ഞാൻ പറഞ്ഞ പോലെ ഈ വയറിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ, ദഹിപ്പിക്കപ്പെട്ട ഭക്ഷണങ്ങളെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് വയറിന്റെ ചുറ്റും ഒരുപാട് രക്തക്കുഴലുകളുണ്ട്, നിറയെ രക്തക്കുഴലുകൾ. ഈ രക്തത്തിലേക്കാണ് ഇതൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഈ രക്തക്കുഴലുകൾ, ഇത്രയും രക്തക്കുഴലുകൾ ഈ ആമാശയത്തിലുള്ളത് കൊണ്ട് തന്നെ, ആമാശയത്തിന്റെ ഉള്ളിലല്ല, ആമാശയത്തിന്റെ വാളിലാണ് ഞാൻ ഈ പറയുന്നത്, ഭിത്തിയിലാണ് ഞാൻ ഈ പറയുന്നത്. ഭിത്തിയിലുള്ളത് കൊണ്ട് തന്നെ ഒരു മുറിവായിട്ടുണ്ടെങ്കിൽ അത്രയും മേജർ ബ്ലീഡിങ്ങിലേക്ക് അത് നയിക്കാനുള്ള സാധ്യതയും ഈ പെപ്റ്റിക് അൾസർ കൊണ്ടുണ്ട്. തുള വരാനുള്ള സാധ്യത അറിയാം. നമുക്കൊരു മസിൽ ലെയർ മാത്രമാണത്. അതിനൊരു അൾസർ ഉണ്ടായി കഴിഞ്ഞാൽ, കുറച്ച് ഡീപ്പായി കഴിഞ്ഞാൽ തുള വരാനുള്ള സാധ്യത. തുള വന്നു കഴിഞ്ഞാൽ ഈ ആസിഡും മറ്റുമൊക്കെ വയറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും. ഭക്ഷണ സാധനങ്ങൾ ആ തുളയിലൂടെ പുറത്തു പോകും. അങ്ങനെയുള്ള വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ. ഇനി ഗ്യാസ്ട്രിക് ഔട്ട്ലെറ്റ് ഒബ്സ്ട്രക്ഷൻ, അതായത് ഈ അൾസർ നമ്മുടെ ഒരു മുറിവ് വരുന്നത് ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് പോകുന്ന ഭാഗത്താണ്, ചേരുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഭക്ഷണം അങ്ങ് പോകാനുള്ള ബുദ്ധിമുട്ട്, ആ ഓട്ട അടഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ പോലെ ക്യാൻസറിലേക്ക് മാറാനുള്ള അവസ്ഥ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ പെപ്റ്റിക് അൾസർ കൊണ്ടുണ്ടാവുന്നത്. അപ്പം ഇത്ര ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെപ്റ്റിക് അൾസറിനെയും ഈ ഗ്യാസിന്റെ പ്രശ്നത്തെയും എത്ര സീരിയസിനോടെ നമ്മൾ സമീപിക്കണമെന്നും അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ആമാശയ രോഗങ്ങളെ കുറിച്ചിട്ട്. മെയിൻ ഇപ്പൊ ഗ്യാസ്ട്രൈറ്റിസ് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ്ട്രൈറ്റിസും അൾസറും ക്യാൻസറിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും വന്നില്ല, ഇതിന്റെ കാരണമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്നിട്ട് ചോദിക്കാം. ഇതിനോട് ബന്ധപ്പെട്ട സംശയങ്ങളാണെങ്കിൽ ഇതുവരെ കേട്ടവർക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. കുറഞ്ഞ സമയം മാത്രം, 2:40 ഞാൻ വല്ലാണ്ട് വൈകിയൊന്നുമില്ല എന്ന് തോന്നുന്നു. 3:05 ആകുമ്പോഴേക്കും നമുക്ക് നിർത്തണം മാക്സിമം. ആ സമയത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ആർക്കും സംശയമില്ലേ? സംശയമില്ലാതിരിക്കാൻ 2 കാരണമുണ്ട്. ഒന്നുകിലേ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്, അത്ര നന്നായിട്ട് ഇപ്പം പറഞ്ഞെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞതൊന്നും ഒരു ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതാവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഒരാൾ കൈ പൊക്കിയിട്ട് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഡോക്ടർ സാറേ, പുളിച്ചു കേട്ടാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കൊതി കൂടിയ പുളിച്ചത് കേട്ടെന്ന് പറയാനുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഒറ്റക്ക് ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ പുളിച്ചത് കെട്ടൽ ഉണ്ടാവാറുണ്ട്. അതിന്റെ ആ ഒരു എന്താണ് എന്നുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കൊതി കൂടിയാൽ പുളിച്ചത് കിട്ടൂല, തിന്നത് കൂടിയാൽ പുളിച്ചത് കിട്ടും. അതായത് ഞാൻ പറഞ്ഞല്ലോ, അന്നനാളത്തിൽ നിന്ന്
ആമാശയത്തിലേക്ക് കടക്കുന്നിടത്ത് ഒരു കൺസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു അടപ്പ് പോലെയുള്ള ഒരു സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണക്രമങ്ങളെ കൊണ്ടും മറ്റുള്ള കാരണങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ ചില രോഗാവസ്ഥകളെ കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ വയസ്സാവുന്ന കാരണങ്ങളെ കൊണ്ട് ഒക്കെ ഈ വരുന്ന കൺസ്ട്രിക്ഷൻ, ചെറിയ ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ എന്ന് പറയപ്പെടുന്ന ഈ സാധനം അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വയറിൽ നിന്ന് കഴിച്ച ഭാഗങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ മറ്റ് എൻസൈമുകളോ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ദഹിച്ചതിന്റെ ബാക്കിയുള്ള ഭക്ഷണങ്ങളോ ഒന്നും മുകളിലേക്ക് വരാത്തത്. ഒരു ഭാഗത്തേക്ക് മേലെന്ന് താഴോട്ട് മാത്രമേ ഭക്ഷണത്തെ കടത്തിവിടുകയുള്ളൂ. ഇത് ഈ ലോവർ ഈസോഫാജിയൽ സ്ഫിങ്ക്ടർ എന്ന് പറയപ്പെടുന്ന സാധനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ്, അതായത് അടക്കുന്ന സ്വഭാവം. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പോ നിങ്ങൾക്ക് അതിന്റെ ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ഒരു കുഴലിൽ നിന്ന് ഒരു ബാഗിലേക്ക് പോകുന്നിടത്ത് ആ കുഴലിന്റെ ഏറ്റവും താഴെ എന്തുണ്ട്, ഇങ്ങനെ അടച്ചു വെക്കുന്ന പോലെ, അതായത് വട്ടത്തിൽ നമ്മൾ നൂലിട്ട് കെട്ടിയ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? വാൽവ് പോലെ. അപ്പൊ ഈ വാൽവിന് വരുന്ന പോലെ ഇപ്പൊ നമ്മളൊരു പൈപ്പ് ഇങ്ങനെ വട്ടത്തിൽ നൂലിട്ട് കെട്ടിയ കണ്ടോ, അതേപോലത്തെ ഒരു സംഭവമാണ് ഈ പറഞ്ഞത്. ഇത് കേടുവരുമ്പോഴാണ് നമ്മുടെ വയറിൽ നിന്നുള്ള സാധനങ്ങൾ മുകളിലേക്ക് കയറി വരുന്നത്. അതിനെയാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് പുളിച്ചത് കിട്ടുന്നത്. നമ്മൾ വയറിൽ നിന്ന് അങ്ങോട്ട് കയറി വരുന്ന ആ അനുഭവം ഭക്ഷണത്തിന് അങ്ങോട്ട് പോയ നമ്മൾ കഴിക്കുമ്പോഴേ ടേസ്റ്റ് ആയിരിക്കും, അത് ദഹിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ അതാണ് ഈ പുളിച്ചത് കിട്ടാന്നുകൊണ്ട് മേലോട്ട് കയറി വരുന്നത്. ഈ സംഭവങ്ങൾ ആസിഡും മറ്റുള്ള എൻസൈമുകളും ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ അന്നനാളത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അന്നനാളത്തിന്റെ ആവരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും എരിച്ചിലും പുകച്ചിലും പോലെയുള്ള നമ്മളെ ലക്ഷണങ്ങൾ കാണിക്കാനും കാരണമാകും. ഒന്നാമത്തെ കാരണം, ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണം തന്നെ. അതായത് വയറ് വളരെ നിറച്ച് കഴിക്കാതിരിക്കുകയും കഴിച്ച ഉടനെയുള്ള കിടന്നുറങ്ങല് എന്നുള്ള പോലെയുള്ള ശീലങ്ങൾ ഒഴിവാക്കുകയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന്റെ ശേഷം അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ച് ഒരു ചുരുക്കത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ ക്രമീകരണമാണ് മെയിനായിട്ട് അതിന് ട്രീറ്റ്മെന്റ്. പിന്നെ ഇത് വല്ല രോഗാവസ്ഥകളെ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള മെഡിക്കൽ അതിനാവശ്യമായിട്ട് വരികയുള്ളൂ, ട്രീറ്റ്മെന്റ് അതിനാവശ്യമായിട്ട് വരികയുള്ളൂ. വളരെ ബുദ്ധിമുട്ടായിട്ട് വരികയാണെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ പോലത്തെ റാൻഡാക്ക് അല്ലെങ്കിൽ പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ പോലെയുള്ള എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചാൽ വയറിലെ ആസിഡിന്റെ സെക്രീഷൻ കുറച്ച് കുറയുകയും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് വലിയ ലക്ഷണങ്ങൾ, ഈ പൊളിച്ചു കേട്ട എരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ എൻഡോസ്കോപ്പി ചെയ്യുകയും അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവുന്നു കരുതുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും സാർ. എനിക്ക് കഴിഞ്ഞ റംസാനിൽ പനി ഉണ്ടായിരുന്നു. ആ പനി ഉണ്ടായതിനു ശേഷം ഡോക്ടറെ അടുത്ത് പോയി ഒരു ടെസ്റ്റൊക്കെ നടത്തി. അപ്പോൾ അതിൽ എച്ച് പൈലോറി ടെസ്റ്റ് ബ്രാക്കറ്റ് AB പോസിറ്റീവ് എന്ന് കാണിച്ച് അൾസറിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞു. അത് എനിക്ക് പുളിച്ചു കേട്ടില്ല അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മരുന്ന് തന്നിട്ടുള്ളത് സോമ 40, പിന്നെ നെക്സ്ജിൻ എന്നുള്ള മരുന്ന് തന്നിട്ടുള്ള പോലെ പ്രോക്കിനിൻ എന്നുള്ള മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ മാലോക്സ് സസ്പെൻഷൻ അങ്ങനെയുള്ള മരുന്നുകൾ തന്നിട്ടുള്ളത്. ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്തോന്ന് അറിയാനായിരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. നിങ്ങൾ പറഞ്ഞ ടെസ്റ്റ് എന്ത് പോസിറ്റീവാന്നുള്ളത് ഒന്ന് അടിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റൂലേ? ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കേട്ടില്ല ശരിക്കും, സൗണ്ട് വളരെ കുറവായിരുന്നു പലരും അടിച്ച പോലെ തന്നെ.
ഒന്നടിക്ക്, ജസ്റ്റ് പേര് മാത്രം ഒന്ന് അടിച്ചാൽ മതി, എന്ന് തന്നെ മനസ്സിലാവും. എന്ത് പോസിറ്റീവാന്ന് പറഞ്ഞ് ഞാൻ കേട്ടില്ല. എച്ച് പൈലോറി പോസിറ്റീവ്. എച്ച് പൈലോറി പോസിറ്റീവ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, എച്ച് പൈലോറി പോസിറ്റീവ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞു. എച്ച് പൈലോറി പോസിറ്റീവ് എന്ന് അറിയുന്നത് 2-3 ടെസ്റ്റുകളുണ്ട്. എച്ച് പൈലോറി പോസിറ്റീവ് എന്ന് അറിയാൻ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് എച്ച് പൈലോറിയുടെ നമ്മൾ ഒരു ഇതിലേക്ക് ഊതിക്കൊണ്ട് യൂറിയ ബ്രീത്ത് ടെസ്റ്റ്, എച്ച് പൈലോറി ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ്, നമ്മുടെ വയറ്റിലുണ്ടാകുന്ന കെമിക്കലാണ് യൂറിയ എന്ന് പറഞ്ഞാൽ. യൂറിയേസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലൂടെ ഈ കെമിക്കലിലേക്ക് നമ്മൾ യൂറിയ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, യൂറിയനെ ഇങ്ങോട്ട് ഈ ഗ്യാസ് ഉണ്ടാകുമ്പോൾ അത് ഊതി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ കളറ് മാറും. അതാണ് യൂറിയേസ് ടെസ്റ്റിംഗിൽ യൂറിയ ബ്രീത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. അതായത് യൂറിയേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിയനെ വിഘടിപ്പിക്കുന്നത്, അതായത് അതിന്റെ വിഘടിപ്പിച്ച് കഴിയുമ്പോൾ ചില കെമിക്കൽ ഉപയോഗിച്ച് കളർ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ യൂറിയ വരുമ്പോൾ യൂറിയേസ് എന്ന് പറയുന്ന കെമിക്കൽ അതിനെ വിഘടിപ്പിച്ചിട്ട് കളർ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് യൂറിയ ബ്രീത്ത് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യപ്പെടുന്ന ബയോപ്സി ചെയ്തതിന് ശേഷം കൾച്ചർ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഈ എച്ച് പൈലോറി ഉണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഈ കഷ്ണത്ത് നമ്മൾ ബയോപ്സി ചെയ്തെടുത്തിരിക്കുന്ന ചെറിയ പീസിനെ ഡയറക്റ്റ് യൂറിയ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും യൂറിയസ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുമല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ടെസ്റ്റുകളായ ആന്റിബോഡി ടൈറ്റർ, നമ്മൾ ഇതിനെ ശരീരത്തിലേക്ക് എന്തൊരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തൊരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാലും അത് ഇമ്മ്യൂൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ആന്റിജൻ ആന്റിബോഡി നമ്മുടെ ശരീരത്തിൽ, ആന്റിജൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നത്, ആന്റിബോഡി എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാനായിട്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നത്. ഈ ആന്റിജൻ ഉണ്ടോ ആന്റിബോഡി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റ് ചെയ്തിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ നിങ്ങൾക്ക് ഗാസ്ട്രൈറ്റിസിന്റെ തുടക്കമാണെന്നുള്ളതും എച്ച് പൈലോറി, ഇതിലിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ ആന്റിജൻ ആന്റിബോഡി ടെസ്റ്റിന് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തിട്ട് വേണ്ട, ബ്ലഡിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എച്ച് പൈലോറി പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 2 ആന്റിബയോട്ടിക്കുകളും ഒരു ആസിഡ് കുറക്കാനുള്ള മരുന്നും ഉപയോഗിച്ചിട്ടുള്ള റെജിമൻ, ഓരോരുത്തർക്ക് യോജിച്ചിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് മരുന്ന് കഴിക്കേണ്ടി വരും. അതായിരിക്കും നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവുക. നിങ്ങൾ പറഞ്ഞ മരുന്നിന്റെ പേരും എനിക്ക് കേട്ടിട്ടില്ല. അതായിരിക്കും നിങ്ങൾക്ക് 3 മരുന്നുകളാണ് തന്നിട്ടുള്ളതെങ്കിൽ 3 അല്ലെങ്കിൽ ഈ PPO ചില അഡ്ജസ്റ്റ്മെന്റിൽ 3-4 മരുന്നുകൾ വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. 2 ആഴ്ച ഓരോരുത്തരുടെ സിംറ്റംസിനും അവർ ആ മരുന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിനും അനുസരിച്ച് അതിലെ ട്രീറ്റ്മെന്റ് റെജിം വ്യത്യാസപ്പെട്ടിരിക്കും. ഇതായിരിക്കും നിങ്ങൾക്ക് തന്നുള്ള ട്രീറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു. എച്ച് പൈലോറി പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളൂ, ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ളത് വെറും നമ്മൾ ആസിഡ് കുറക്കാനും അല്ലെങ്കിൽ നമ്മുടെ ആവരണത സംരക്ഷിക്കാനും, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മരുന്നുകൾ മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഈ പറഞ്ഞ മരുന്നുകളായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക എന്നുള്ളത് കരുതുന്നു. എച്ച് പൈലോറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല. അസ്സലാമു അലൈക്കും. ഇസോം എന്ന് പറയുന്നത് നെക്സിയം ഇക്സോമിപ്രസോൾ എന്ന് പറയുന്ന ആസിഡ് കുറക്കാനുള്ള മരുന്നാണ്. പ്രോകൈനിൻ എന്ന് പറയുന്നത് മൂപ്പരോട് അടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റേഡിയോയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. പ്രോകൈനിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വയറിൽ നിന്ന് ഉള്ള ഭക്ഷണ സാധനങ്ങളെ സാധാരണഗതിയിൽ ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടാണ്, 40 മിനിറ്റാണ് ഏറ്റവും കുറഞ്ഞ സമയം, 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആമാശയത്തിലെത്തിയ ഭക്ഷണം ചെറുകുടലിലേക്ക് തള്ളിമാറ്റപ്പെടും. ഇത് കുറഞ്ഞ വല്ല അവസ്ഥയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പുളിച്ചുതട്ടലും മറ്റൊക്കെ കൂടും. അപ്പൊ ഇതിനെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് സ്റ്റൊമക്കിൽ നിന്ന് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്കുള്ള ഭക്ഷണത്തിന്റെ മൂവ്മെന്റിനെ ചെറുതായിട്ടൊന്ന് കൂട്ടാനുള്ള മരുന്നാണ് പ്രോകൈനിൻ എന്ന് പറയുന്ന മരുന്ന്. അത് ആ ഗ്രൂപ്പിൽ ഇവിടുത്തെ പല മരുന്നുകളുണ്ട്. ആ ഗ്രൂപ്പ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ മരുന്നാണ് ഇപ്പൊ 2 മുമ്പ് എഴുതിയിട്ടുള്ളത്. 2 കുഴപ്പമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സിംറ്റത്തിനനുസരിച്ച് കഴിക്കാവുന്ന മരുന്നുകളാണത്. അതായത് ദഹനം ശരിക്കും നടക്കാതിരുന്നാൽ ഈ അൾസർ വരുന്നതിനുള്ള എന്തെങ്കിലും ചാൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് ശരിക്കും ദഹനം നടക്കാതിരിക്കുക, സമയാസമയം ദഹനം നടക്കാതിരിക്കുക, അത് ഈ അൾസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ. അതുപോലെ റെഫ്രിജറേറ്ററിൽ, അതായത് കുക്ക് ചെയ്ത ആഹാരം റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് ഉപയോഗിച്ചാലും എന്തെങ്കിലും ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടോ? റെഫ്രിജറേറ്ററിലേക്ക് വെച്ചിട്ട് എത്ര നാൾ വരെ ഉപയോഗിക്കാമെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ.
ദഹനപ്രക്രിയയും ദഹിപ്പിക്കപ്പെട്ട ആഹാരത്തിന്റെ ആഹാര ഘടകങ്ങളുടെ ആഗിരണവുമാണ് ആമാശയത്തിന്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ. ദഹനപ്രക്രിയ നടക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതിന്റെ ഒരു കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ ഗ്യാസ്ട്രൈറ്റിസും. അതായത് ഈ ആമാശയത്തിന്റെ ഉള്ളിലുള്ള ആവരണത്തിന് വരുന്ന കേടുകളെ കൊണ്ട്, അല്ലെങ്കിൽ ഈ മസിലിനുള്ള കേടുകളെ കൊണ്ട്, ഞാൻ പറഞ്ഞ മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും, ഒരുപാട് കെമിക്കൽസ്, ഞാനീ പറഞ്ഞ വെറും പെപ്സിനും റെനിനും അതേപോലെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ നമ്മൾ ഈ വിഷയത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നതായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പേരുകൾ പറഞ്ഞത്. ഇതല്ലാണ്ട് ഗ്യാസ്ട്രിന് ഒരുപാട് എൻസൈമുകളും മറ്റും സ്റ്റൊമക്കിലും ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊന്നും ഇവിടെ പറഞ്ഞ് വെറുതെ എല്ലാവരും കൂടി കൺഫ്യൂഷൻ ആക്കണമെന്ന് കരുതി പറയാതിരുന്നു. നമ്മുടെ ഈ ചർച്ചയിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ പറഞ്ഞതാണ് ചില പേരുകൾ. അപ്പൊ ഇതിന്റെയൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ കൊണ്ട് ഇതൊക്കെ ചില ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയും നേരായ ദഹന പ്രക്രിയ നടക്കാതിരിക്കുകയും, ദഹനപ്രക്രിയ നടക്കാതിരിക്കുമ്പോഴാണ് വേറെ ആൾ എനിക്കൊരു PM എഴുതി ചോദിച്ചത്, ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം വിഘടിപ്പിക്കപ്പെടുന്നത്, ഭക്ഷണ പദാർത്ഥങ്ങളെയും മറ്റും വിഘടിപ്പിക്കപ്പെടുന്നത് വെറും ഖരപദാർത്ഥങ്ങളായിട്ട് മാത്രമല്ല. ഖരപദാർത്ഥങ്ങളാകാം, വെള്ളം ഫ്ലൂയിഡ് ആകാം, അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് മാറ്റപ്പെടാം. ഈ ഗ്യാസ് വേണ്ട രീതിയിൽ, അതായത് സാധാരണഗതിയിൽ ഉള്ളതിലും താങ്ങാവുന്നതിലും കൂടുതൽ ഗ്യാസ് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയറ് വീർത്തിരിക്കുകയും മറ്റുള്ള സിംറ്റംസ് ലക്ഷണങ്ങൾ നമുക്ക് വരുന്നത്. ഈ ഗ്യാസ് മുകളിലേക്ക് തേട്ടി വരാം, പുറകിലൂടെ ഗ്യാസ് ആയിട്ട് പോകുന്ന അവസ്ഥയും വരാം. ഇതിനെയാണ് ഗ്യാസ് ട്രബിൾ എന്ന് പലരും പറയാറുള്ളത്. ഇതും ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിന്റെയും നമ്മുടെ ദഹന പ്രക്രിയകളുടെയും പ്രശ്നം കൊണ്ടുണ്ടാകുന്നതാണ്. രണ്ടാമത് ചോദിച്ചത് എന്തായിരുന്നു? മറന്നുപോയി. ഒന്ന് ചെറിയൊരു ഹിന്റ് തന്നാൽ. എന്തോ രണ്ടാമത്തെ ഒരു കാര്യം കൂടി മൂപ്പര് ചോദിച്ചിരുന്നു. ആരെങ്കിലും ഒരാള്, എന്താരും കേൾക്കണില്ലേ? റെഫ്രിജറേറ്ററിൽ വെച്ച്. യെസ്, റെഫ്രിജറേറ്ററിൽ വെച്ച ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റെഫ്രിജറേറ്ററിൽ വെച്ചത് തീരെ കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫ്രഷ്ലി പ്രിപ്പയർഡ് കുക്ക്ഡ് ഫുഡാണ് ഏറ്റവും നല്ലത്. അത്ര അതിനെക്കുറിച്ച് ചുരുക്കി പറയാം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പുതുതായി ഉണ്ടാക്കപ്പെട്ട ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. ഈ കുക്ക് ചെയ്യപ്പെട്ട ഭക്ഷണം റെഫ്രിജറേറ്ററിൽ വെച്ച് പിന്നെ ചൂടാക്കി അത് പിന്നെ ബാക്കി പിന്നെ ചൂടാക്കി, അത് എന്തായാലും ഒരു നല്ല ശീലമല്ല എന്നുള്ളത് മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. റെഫ്രിജറേറ്ററിൽ വെച്ച് ഒരു സാധനം കഴിക്കരുത് എന്ന് പറയുന്നതിനോടും എനിക്ക് ഇക്കാര്യം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മൾ കേടുവരാതിരിക്കാൻ വേണ്ടി ഇത് വെക്കേണ്ടി വരും. അതല്ലാതെ കുക്ക് ചെയ്ത ഭക്ഷണം വീണ്ടും റെഫ്രിജറേറ്ററിൽ വെച്ച് എടുത്ത് കഴിക്കുന്നത് നല്ല ശീലമല്ല എന്നുള്ളത് ഞാൻ പറയുന്നു. അസ്സലാമു അലൈക്കും. അദ്ദേഹം പറഞ്ഞതൊന്നും കേട്ടില്ല. ഇതിനോട് ബന്ധപ്പെട്ട സംശയങ്ങൾ തീർന്നു എന്ന് കരുതുന്നു. വേറെ ആൾ എഴുതി ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, പൈൽസും ഗ്യാസ് ട്രബിളുമായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ളത്. പൈൽസ് ഗ്യാസ് ട്രബിൾ എന്നുള്ളത് രണ്ടും കൂടി ബന്ധപ്പെടുത്താൻ പറ്റൂല. ഒരേ സിസ്റ്റത്തിന്റെ, അതായത് സ്റ്റൊമക്ക്, ഞാൻ പറഞ്ഞ പോലെ ആമാശയത്തിന്റെ ശേഷമാണ് ചെറുകുടൽ, ചെറുകുടലിന് ശേഷമാണ് വൻകുടൽ എന്നുള്ളൊരു ബന്ധമല്ലാതെ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞു കഴിയുന്നത് നമ്മുടെ വൻകുടലിന്റെ ഏറ്റവും പുറം ഭാഗത്തുള്ള സിഗ്മോയിഡ് രക്തം കഴിഞ്ഞിട്ട് ആനൽ കനാൽ എന്ന് പറയപ്പെടുന്ന ഭാഗത്തുള്ള ആനൽ കനാൽ എന്ന് പറയപ്പെടുന്ന ഭാഗത്തിന്റെ രക്തക്കുഴലുകൾ വീങ്ങി വരുന്ന, അതായത് രക്തക്കുഴൽ അതിലുള്ളതിലും കൂടുതൽ വലിപ്പം വരുന്ന ഒരു അവസ്ഥയാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾക്ക് ഇങ്ങനെ വലിയ ഉണ്ടകളായിട്ട് കാണാൻ കഴിവുള്ളവർക്കറിയാം. ആ രക്തക്കുഴലുകൾ അവിടെ ഒരു വീങ്ങുന്ന അവസ്ഥയാണ് ഈ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് പൊട്ടുമ്പോഴാണ്, രക്തക്കുഴൽ നേരെ ആയതുകൊണ്ട് തന്നെ പൊട്ടുമ്പോഴാണ് നമുക്കത് ബ്ലീഡിങ്ങും വരാനുള്ള കാരണം. അത് മലം പുറത്തു തള്ളപ്പെടുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത്, അതിൽ തട്ടി പൊട്ടുന്ന സമയത്താണ് അത് ബ്ലീഡിംഗ് ആയിട്ടുള്ള വരുന്നത്. ഗ്യാസ് ട്രബിളും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല.
ഗ്യാസ് ട്രബിൾ എന്ന് പറയുന്നത് ഗ്യാസിന്റെ ട്രബിൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നമ്മൾ മെഡിക്കൽ ഗ്യാസ് ട്രബിൾ എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല. ഗ്യാസ്ട്രൈറ്റിസ്, അതായത് നമ്മുടെ സ്റ്റൊമക്കിന് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അൾസർ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. ഇപ്പൊ ചെറുകുടലിന്റെയും വൻകുടലിന്റെയും മറ്റൊരുപാട് വിഷയങ്ങൾ വേറെ പറയാനുണ്ട്. ഇതാണ് ഹെമറോയിഡ്സ്. മനസ്സിലായിട്ടുണ്ടാവുന്നു കരുതുന്നു. വേറൊരാൾ ചോദിച്ചാൽ അമിത ശോധനത്തിന്റെ മുഹമ്മദ് 756 അമിത ശോധനത്തിന്റെ കാരണം എന്താണ്? ശോധന എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ വയറ്റുന്ന് പോകുന്നതിനെ, സാധാരണഗതിയിലുള്ള വയറ്റുന്ന് പോകുന്നതിനെ ശോധന എന്ന് പറയുന്നത്. ഇത് കൂടുതൽ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശോധന. ഇതിന് കൂടുതലുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളൊക്കെ ഉണ്ടാകാം. ഒന്ന്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ, അതായത് സാധാരണഗതിയിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് ഒരുപാട് നമ്മൾ ഈ ചിക്കൻ, മട്ടൻ അങ്ങനത്തെ ഫുഡുകൾ മാത്രമാണ് കഴിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും. അതല്ലാതെ നാരുള്ള, അതായത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യപ്പെടാത്ത സാധനങ്ങൾ, നാരുവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് ആവട്ടെ വെജിറ്റബിൾസ് ആവട്ടെ, കൂടുതൽ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാവാതെ നല്ല രീതിയിലുള്ള ശോധന കിട്ടാൻ സഹായിക്കും. അത് അത്രേ ശോധന ഉള്ളൂന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ലാണ്ട് വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ വേറൊരു ഭാഗമായ നമ്മളെ കോൺസ്റ്റിപ്പേഷൻ, അതായത് വയറ്റിന്ന് പോകാതിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ പോലെ ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഉള്ള കാരണങ്ങൾ പറയാൻ കഴിയുള്ളൂ. അല്ലാതെ എല്ലാ ശോധനയും കുറച്ച് കൂടുതൽ ഒരു 1-2 പ്രാവശ്യത്തെ വയറിളക്കാണെങ്കിൽ വിഷയമൊന്നുമില്ല. അതിന് കാരണങ്ങൾ പലതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില ഇൻഫെക്ഷനുകളായിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ 1-2 പ്രാവശ്യം വയറ്റിന്ന് പോയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യപ്പെടുകയും ഈ ഇൻഫെക്ഷൻ ഉണ്ടായതൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ശരിയാവും. ചിലത് അതിൽ കൂടുതലുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ വെറും ശോധന എന്ന് പറയുന്നത് കൊണ്ട് മുഴുവനാവുന്നില്ലേ, എന്താണ് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ മാത്രമേ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇനി ആരും കൈപൊക്കിയൊന്നും കാണുന്നില്ല. 3 മണി ഏകദേശമായി. 5 മിനിറ്റ് വൈകിയാണ് ഞാൻ വന്നതെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കുക. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഡോക്ടർ ജലീൽ സാർ. എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ഇന്ന് വിഷയവും തമാശ സംബന്ധമായ വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഉയർത്താതിരുന്നത്. എനിക്ക് മറ്റൊരു ചോദ്യമായിരുന്നു ചോദിക്കാനുള്ളത്. മാഷാ അല്ലാഹ്, ഡോക്ടർ സാറ് മറുപടി പറയുമെന്ന് കരുതുന്നു. എനിക്ക് ഒരു കല്ലിൻ്റെ അസുഖമുണ്ട് സാറേ. അപ്പോൾ അത് കിഡ്നിയിലാണ് കല്ലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അനിയൻ ഡോക്ടറെ ചികിത്സയായിരുന്നു എടുത്തത്. അങ്ങനെ 5 കല്ലെങ്ങാനും കിഡ്നിക്കുള്ളിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുഴുവനായിട്ട് പോയിട്ടില്ല. അതിന് ഞാനിപ്പോൾ ഗൾഫിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ ജീവിതത്തിൽ എന്താണ് ആ കല്ല് പോകാൻ വേണ്ടി ഞാൻ എടുക്കേണ്ട പ്രത്യേക, ഗൾഫിൽ ജീവിക്കുമ്പോൾ പ്രത്യേകമായിട്ട് എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ഉസ്താദ് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കല്ല് നമ്മളൊരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു എനിക്ക് കഴിഞ്ഞ ഇതിലൊക്കെ. അപ്പം കല്ല് ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഇതിന് ട്രീറ്റ്മെന്റ് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ ഗ്യാസ്ട്രൈറ്റിസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഇന്ന ഭക്ഷണത്തിൽ നിന്ന് ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കല്ലുണ്ടാവും എന്നുള്ളതും, അല്ലെങ്കിൽ ഇന്നത് കഴിച്ചാൽ കല്ല് പോകുന്നു നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ സാധാരണഗതിയിൽ പറഞ്ഞ പോലെ റെഡ് മീറ്റുകൾ കഴിച്ചാൽ, യൂറിക് ആസിഡ് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ സ്റ്റോൺ ഏത് ഐറ്റമാണെന്ന് പല ഐറ്റം സ്റ്റോണുകളുണ്ട്. യൂറിക് ആസിഡ് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റെഡ് മീറ്റുകൾ, അതായത് മട്ടന്, ബീഫ് പോലെയുള്ള ഇറച്ചി കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാൽഷ്യം സ്റ്റോൺ ആണെങ്കിൽ കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഷെൽ ഫിഷുകൾ കഴിക്കുന്നത് കൊണ്ട്, അതായത് നമ്മളെ കക്ക, ചെമ്മീൻ പോലെയുള്ള തോടുള്ള ഞണ്ട് പോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ട് കല്ല് കൂടാനുള്ള സാധ്യത. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാര്യമായിട്ട് ഇത് വരാതിരിക്കാൻ ഉള്ള ഒരെണ്ണം, ഇത് ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടെ തന്നെ ഈ കല്ല് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാവിലെ കൊണ്ട് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ വലിപ്പമാവുന്ന സാധനമല്ല. ഇത് ചെറിയ പൊടികൾ ഇങ്ങനെ വന്ന് കൂടിയാണ് അത് വലുതാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ പൊടികൾ വരുമ്പോഴേ നമ്മുടെ കിഡ്നിയിൽ എത്രത്തോളം ഒരു ദിവസം ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു
അതിന് ആവശ്യമുള്ളതിനൊക്കെ ആഗിരണം ചെയ്ത് ആവശ്യമില്ലാത്തത് വെള്ളമായി മൂത്രമായി പുറന്തള്ളപ്പെടുന്നു. അതിനോട് കൂടെ തന്നെ ഈ പൊടികൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും. 4 മില്ലിമീറ്റർ അതല്ലെങ്കിൽ ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 1/2 സെന്റിമീറ്ററിൽ കുറഞ്ഞ കല്ലുകളൊക്കെ മൂത്രത്തിലൂടെ വന്ന് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടാനുള്ള സാധ്യത. ഇതിൽ വലിയ കല്ലുകളാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പൊടിക്കുകയും ഓപ്പറേഷന്റെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമേ വരുന്നുള്ളൂ. മെയിൻ ആയിട്ടുള്ള ഈ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വെള്ളം പരമാവധി കുടിക്കുക. ഈ കല്ല് വലുതാവുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ നമ്മൾ വലുതായ കല്ലിന് അത് ചെറുതാക്കാൻ പറ്റില്ല, പിന്നെ പൊടിക്കുക. മറ്റുള്ള ഈ പറഞ്ഞ വലുപ്പത്തിൽ കൂടുതലാണെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ച് കല്ല് വലുതാവുന്നതിന് മുമ്പ് തന്നെ, ഇനിയിപ്പോ ഇത്രയും വലിയ കല്ലുണ്ട് ഇനിയിപ്പോ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതരുത്. കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ കല്ലുണ്ടായത്, ആ കാരണം അവിടെ തന്നെ ഉള്ളത് കൊണ്ട് ഇനിയും കല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ കല്ല് ഉണ്ടാവാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ആ പൊടികൾ ഇനി വേറെ കല്ല് വരാതിരിക്കാൻ പരമാവധി വെള്ളം കുടിച്ച് ഇനി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക കിഡ്നിക്ക് എന്നുള്ളത് രോഗിയുടെ കടമയാണ്. അതാണ് മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം. കല്ലിന്റെ വലിപ്പം അനുസരിച്ച് എവിടെയാണ് എന്നുള്ള ലൊക്കേഷൻ അനുസരിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെറിയ വ്യത്യാസം വരും. അത് നിങ്ങൾ കാണുന്ന ഡോക്ടറെ കാണിച്ച് വേണ്ട രൂപത്തിൽ അതിനുള്ള ഉപദേശങ്ങൾ തേടുക എന്നുള്ളത് മാത്രമാണ് പ്രതിവിധി. മയക്കി വിടുന്നു. അസ്സലാമു അലൈക്കും. പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പോട്ടെ. 3:04, 3:05 ആയിപ്പോ ഞാൻ വന്ന 5 മിനിറ്റ് ഞാൻ ഇവിടെ ചെയ്തു. എന്തെങ്കിലും അത്യാവശ്യമുള്ള ചോദ്യമാണെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോക്ടർ സാർ, എനിക്ക് എന്റെ തടി 75 കിലോനാണ്. പക്ഷെ ഒരു കൂർക്കം വലിയുണ്ട് കടക്കുമ്പോൾ. അപ്പോ അത് ഒഴിവാക്കാനും തടി കുറയ്ക്കാനുള്ള എന്തെങ്കിലും മാർഗം? ഭക്ഷണം വല്ലാതെ കഴിക്കലില്ല. അതൊന്ന് പറഞ്ഞു തന്നാൽ. ഈ വിഷയത്തിലുള്ളതാണ് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. അസ്സലാമു അലൈക്കും. 75 കിലോ എന്ന് പറയുന്നത് നിങ്ങൾ ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹൈറ്റ്, ഒരു സാധാരണക്കാരന്റെ ഹൈറ്റിന് 72 മുതൽ 75 കിലോ എന്ന് പറഞ്ഞാൽ വലിയൊരു തടിയല്ല, തടിയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൂർക്കം വലി എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ ചെറിയ തടി, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് തടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ വിഷയം തന്നെയാണ്. ഈ വയസ്സല്ല, വയസ്സ് കൊണ്ട് കല്ല, ഹൈറ്റ് എത്രയാ? ഏകദേശം എന്തായാലും 75 കിലോ തടിയെന്ന് പറയാനുള്ള തടിയൊന്നും ആയിട്ടില്ല. എന്താണെങ്കിൽ നിങ്ങൾ വളരെ ഉയരം കുറഞ്ഞ ആളല്ലെങ്കിൽ. പിന്നെ കൂർക്കം വലി എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയിലുള്ള മസിലും ഈ ശ്വാസം വിടുന്നത് തൊണ്ടയിലുള്ള മസിലുകളോട് അമർന്ന് നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. വയസ്സല്ല, തടി കൂടുമ്പോൾ വരാനുള്ള കാര്യം അതുകൊണ്ടാണ്. സാധാരണഗതിയിൽ നമ്മളിപ്പോൾ മലർന്നു കിടന്ന് കൂർക്കം വലിക്കുന്ന ആളാണെങ്കിൽ ചെരിഞ്ഞു കിടന്നാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ അത് മാറ്റാൻ പറ്റും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയ ENT ട്രീറ്റ്മെന്റുകളിൽ അതിനുള്ള സർജറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തൊണ്ടയുടെ വണ്ണം കുറക്കാനും പറ്റില്ല, പക്ഷെ അതിനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. അത്ര വലിയൊരു കൂർക്കം വലി പ്രശ്നമാണെങ്കിലേ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും മറ്റും കാര്യമുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ? ഓക്കെ, ഞാൻ കടയിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആമേശ്വരമായിട്ടുള്ള വിഷയമാണെങ്കിൽ എൻ്റെ ചെറിയൊരു വിഷയം, നമ്മൾ കടയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഡോക്ടർ സാറെ കാല് ഭയങ്കര വേദനയാണ്. കാല് മടമ്പിന്റെ അവിടെ നിന്നിട്ട് ഈ മസില് തൊടയിൽ ഒന്നായിട്ട് ഭയങ്കര വേദനയാണ്. കൂടുതൽ കുറച്ച് സമയം നിന്നാലൊക്കെ ശക്തമായ വേദനയാണ്. പിന്നെ രാവിലെ എണീക്കുമ്പോഴൊക്കെ നിലത്ത് കാല് വെക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന. പിന്നെ ഞാൻ ചില സമയത്ത് ഫാമിലിയാണ് ഇവിടെ, അപ്പോൾ ചില സമയത്ത് റൂമിലൊക്കെ പോകുന്ന സമയത്ത് സമയം വരുന്നതാണ്. ചിലപ്പോൾ കുട്ടികളൊക്കെ കാലിൽ ചവിട്ടി കയറുമ്പോഴൊക്കെ നല്ല നല്ലൊരു സുഖമുള്ള കടച്ചിലാണ്. അപ്പൊ അതുകൊണ്ട് വല്ല ദോഷം ഉണ്ടാ. പിന്നെ ഭയങ്കര കാലുവേദനയാണ്. അപ്പോൾ അത് സമയം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. പറഞ്ഞ പോലെ വലിയ സുഖമുള്ള കടച്ചിലാണ്, പിന്നെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തൽക്കാലം സുഖം അനുഭവിക്കുക. തമാശക്ക് പറഞ്ഞതാ. പിന്നെ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിൽക്കുന്നതോ മറ്റു കൊണ്ടുള്ള വേദനയായിട്ടേ നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് തോന്നുന്നുള്ളൂ. അതല്ലാണ്ട് ഒരു പ്രശ്നമുള്ള വേദനയായിട്ട് തോന്നുന്നില്ല.
നിങ്ങളുടെ കാലിൽ ഒരുപാട് നിൽക്കുന്ന ആളുകൾക്ക് വരാവുന്ന ഒരു കോംപ്ലിക്കേഷൻ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്ന നമ്മുടെ വെയിന് കാലിലെ ഞരമ്പുകൾ രക്തക്കുഴലുകൾ തടിച്ചു വരുന്ന ഒരവസ്ഥ. അതുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം. അതല്ലെങ്കിൽ മസ്കുലാർ പെയിന് വേണ്ടിയിട്ട് സാധാരണമായി ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, മരുന്നൊന്നും കഴിക്കേണ്ട, ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതില്ല. തൽക്കാലത്തേക്ക് നിർത്തുന്നു. ചെറിയ പണികൾ, അതാണ് ഞാൻ 2 മണി മുതൽ 3 മണി വരെ മാത്രം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വന്നാൽ ചോദിക്കാം. എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.